ഹായ്, വെൽക്കം ടു ടേസ്റ്റി ബ്ലിറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പൂരിയുടെയും അതുപോലെ തന്നെ ചപ്പാത്തി, അപ്പം, ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അതിലേക്കായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാവുമ്പോൾ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓയിലൊക്കെ നല്ലതുപോലെ ചൂടാവുമ്പോൾ നമുക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേണ്ടുന്നതാണ് സവോള. ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള 3 സവോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സവോളയൊക്കെ നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാവേ. നമ്മുടെ സവോളയൊക്കെ ഒന്ന് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് വേണ്ടുന്നതാണ് ഇഞ്ചി. ഒരു വലിയൊരു പീസ് ഇഞ്ചിയാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇഞ്ചിയും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാവേ. അടുത്തതായി നമുക്ക് വേണ്ടുന്നതാണ് പച്ചമുളക്. ഞാനിവിടെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിൻ്റെ പേരിലാണ് 6 പച്ചമുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണ്. പച്ചമുളകും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ടുന്നതാണ് തക്കാളി. ഞാനിവിടെ ഒരു വലിയൊരു തക്കാളിയാണ് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വരണം, എന്നാലേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ തക്കാളിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ അത് വെന്ത് കിട്ടിക്കോളും. ഈ ഒരു തക്കാളിയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നാടൻ മുട്ടയാണ് കേട്ടോ. 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് ആവശ്യത്തിന് വെള്ളം വെച്ച് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടേ. മുട്ട പുഴുങ്ങുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് തോടിളക്കുമ്പോൾ നല്ല പൊട്ടി പോകാണ്ട് ഈസി ആയിട്ട് ഇളക്കാൻ പറ്റും കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയും എല്ലാം കൂടെ നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മാത്രം മതി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായി വേണ്ടുന്നതാണ് ഗരം മസാല. 1 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച മണം മാറണം, അതുവരെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാവരുത് കേട്ടോ. ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ആഡ് ചെയ്യാം. ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. വെള്ളത്തിൽ കിടന്ന് നമ്മുടെ തക്കാളിയൊക്കെ ഒന്നുകൂടെ ഒന്ന് വെന്ത് ചേരും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് തക്കാളിയൊക്കെ വേകാതെ കിടക്കുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ സമയത്ത്. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ പ്രസ് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേണ്ടുന്നതാണ് തേങ്ങാപ്പാൽ. ഞാൻ ഓൾറെഡി 1-ാം പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2-ാം പാലാണ് കേട്ടോ. അപ്പോൾ 1-ാം പാൽ മാറ്റി വെക്കണം. 2-ാം പാൽ തേങ്ങ നല്ലോണം ഒന്നുകൂടെ ഒന്ന് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുത്ത് ആ ഒരു തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു കറി നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ കണ്ടില്ലേ, നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വേണ്ടുന്നതാണ് 1-ാം പാൽ. അപ്പോൾ 3/4 ഗ്ലാസോളം, വലിയൊരു ഗ്ലാസ്സിലാണ് 3/4 ഗ്ലാസോളം 1-ാം പാലുണ്ടായിരുന്നു. അപ്പോൾ 1-ാം പാലും കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. 1-ാം പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാവും. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ട് വെക്കാൻ ശ്രദ്ധിക്കണേ. കൂടെ തന്നെ നമുക്ക് മല്ലിയില ആഡ് ചെയ്യാം. അപ്പോൾ മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് മുട്ടക്കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം.
അടുത്തതായി നമുക്കിതിലോട്ട് മുട്ടയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങിയെടുത്തിട്ട് നമ്മളത് തോട് കളഞ്ഞ് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇടുമ്പോൾ ആ ഒരു മസാലയൊക്കെ ആ മുട്ടയ്ക്കകത്ത് നല്ലോണം ഇറങ്ങിച്ചെല്ലും. സോ അതിന് വേണ്ടിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയെല്ലാം കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാം. മുട്ടയും കൂടെ ഇട്ട് ഇതുപോലെ ആ ഒരു ഗ്രേവിയൊക്കെ മുട്ടയുടെ പുറത്ത് ഒന്ന് പറ്റുന്ന തരത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി, അപ്പം, അതുപോലെ തന്നെ ദോശ, പൂരി, ചപ്പാത്തി, അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഏറ്റവും അവസാനമായിട്ട് ഗരം മസാല പൗഡർ ഒന്ന് പുറത്ത് വിതറി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മുട്ടക്കറി ഇവിടെ സെറ്റാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മുട്ടക്കറി റെസിപ്പി ഇവിടെ റെഡിയാണ്. അപ്പോൾ പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.